നമസ്കാരം. VMTV ന്യൂസിലേക്ക് സ്വാഗതം. പുതുപ്പള്ളിക്കാരുടെ സ്വന്തം കുഞ്ഞുഞ്ഞ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് ഒരാണ്ട്. ചീകിയൊതുക്കാത്ത നരച്ച മുടിയും എപ്പോഴും ചിരിച്ച മുഖവും അടയാളമാക്കി മാറ്റിയ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ അടയാളം ചുറ്റും വലയം തീർത്തിരുന്ന ആൾക്കൂട്ടങ്ങളായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി അവർക്ക് നടുവിൽ ജീവിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം. ഓർമ്മയായി ഒരു വർഷം പിന്നിടുമ്പോഴും ഉമ്മൻചാണ്ടിയോടുള്ള ഹൃദയബന്ധം പുതുപ്പള്ളിക്ക് അവസാനിക്കുന്നില്ല. പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലേക്ക് ഇപ്പോഴും ഒഴിയാത്ത ജനപ്രവാഹമാണ്. പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയെയും ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെയും കൈവിടുന്നില്ല. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ജനങ്ങൾക്ക് എപ്പോഴും എത്തിച്ചേരാൻ കഴിയുന്ന നേതാവായിരുന്നു ചാണ്ടി. അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ജനങ്ങളുടെ പരാതി കേൾക്കാൻ തുടങ്ങിയ ജനസമ്പർക്ക പരിപാടി എന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. 2020 ഉമ്മൻചാണ്ടി നിയമസഭാംഗമായി 50 വർഷം പിന്നിട്ടു. 1970 മുതൽ പുതുപ്പള്ളിയിൽ നിന്നും തുടർച്ചയായി 12 തവണ കേരള നിയമസഭയിലെത്തി. മുഖ്യമന്ത്രി, തൊഴിൽ മന്ത്രി, ആഭ്യന്തരമന്ത്രി, ധനകാര്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികം ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആചരിക്കുന്നത്. ജൂലൈ 18 ഉമ്മൻചാണ്ടി അനുസ്മരണ വാരാചരണം ആരംഭിക്കുമെന്ന് DCC പ്രസിഡന്റ് പാലോട് രവി അറിയിച്ചിരുന്നു. ജില്ലയിലെ 1546 വാർഡുകളിലാണ് ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം ജീവകാരുണ്യ പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡിലെയും ഗുരുതര രോഗബാധിതരുള്ള 10 വീടുകൾ ഭവന സന്ദർശനത്തിലൂടെ കണ്ടെത്തി മതിയായ സഹായം ഒരാഴ്ചക്കാലം കൊണ്ട് എത്തിച്ചു നൽകും. കോൺഗ്രസ് വാർഡ് കമ്മിറ്റികൾ ഇതിന് നേതൃത്വം നൽകും. 2ാം ഘട്ടമായി ജില്ലയിലെ 182 കോൺഗ്രസ് മണ്ഡലങ്ങളിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിവസമായ ജൂലൈ 18 രാവിലെ 8 മണിക്ക് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തും. രാവിലെ 9:30 DCC ഓഫീസിൽ പുഷ്പാർച്ചന നടക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് വെള്ളയമ്പലം പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ 21ാം നൂറ്റാണ്ടിലെ പുതിയ കേരളം സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. DCC പ്രസിഡന്റ് പാലോട് രവി അധ്യക്ഷത വഹിക്കുന്ന സെമിനാറിൽ തോമസ് ഐസക്, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ, CP ജോൺ, PK രാജശേഖർ, ഡോക്ടർ മേരി ജോർജ് തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം 3:30 അതേ വേദിയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. PK കുഞ്ഞാലിക്കുട്ടി, MA ബേബി, NK പ്രേമചന്ദ്രൻ MP, VM സുധീരൻ, K മുരളീധരൻ, അടൂർ പ്രകാശ് MP, പന്ന്യൻ രവീന്ദ്രൻ, M വിൻസെന്റ് MLA, ജോൺ മുണ്ടക്കയം, MS ഫൈസൽ ഖാൻ തുടങ്ങിയവർ സംസാരിക്കും. ഉമ്മൻചാണ്ടി സ്നേഹസ്പർശം വാരാചരണ പരിപാടിയുടെ ഉദ്ഘാടനം MM ഹസൻ നിർവഹിക്കും. ഉമ്മൻചാണ്ടി ജീവകാരുണ്യ പുരസ്കാര വിതരണം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂർ MP നിർവഹിക്കും. ജീവകാരുണ്യ മേഖലയിൽ പ്രശംസനീയ പ്രവർത്തനം നടത്തുന്ന ജില്ലയിലെ 2 സ്ഥാപനങ്ങൾക്കാണ് ഉമ്മൻചാണ്ടി കാരുണ്യ പുരസ്കാരം സമ്മാനിക്കുന്നത്. ജനഹൃദയത്തിൽ മരണപ്പെടാത്ത ജനനായകന് VMTVയുടെ സ്മരണാഞ്ജലികൾ.